ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ടാറ്റ പഞ്ച് .EV ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് കൂടിയാണ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ടാറ്റ EV മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ട്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്, ഇനി വരാനും കിടക്കുന്നുണ്ട്. ഹാരിയറിൻ്റെ ഒക്കെ ഒരു EV എന്തായാലും നമുക്ക് ഈ വർഷം തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ജസ്റ്റ് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടാണ്. ഫുൾ ഡീറ്റെയിൽ നമ്മൾ വിത്ത് ഡ്രൈവ് മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ .പഞ്ച് EVയുടെ എല്ലാവർക്കും ഓട്ടോപറമ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടാറ്റ പഞ്ച് .EV അൺവീലായിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ആണ്. സോ നമുക്ക് മെയിൻ ഹൈലൈറ്റായി നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു LED DRS ആണ്. ആ ഒരു സ്ട്രിപ്പ് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് അതും പല വേരിയൻസായി പല ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആയിട്ടാണ് പോകുന്നത്. അതിനകത്ത് ചെറിയ ഡിസൈൻസ് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിനോട് താഴെ നോക്കുകയാണെങ്കിൽ ബൈ പ്രൊജക്റ്റഡ് LED ലാംപ്സാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയ ഒരു ഫോഗ് ലാംപ്സും കൊടുത്തിട്ടുണ്ട് വിത്ത് കോർണറിങ് എഫക്റ്റ്. ചെറിയ എയർ വെൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ചാർജിങ് സ്ലോട്ട്. താഴെ ഒരു ക്യാമറ നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ചെറിയ എയർ വെൻസുകൾ നൽകിയിട്ടുള്ളത്. ചെറിയ ചെറിയ പാർട്സുകളൊക്കെ നമുക്കവിടെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലൊരു ആ ഒരു ചെറിയൊരു കാഴ്ച. നമുക്ക് അതിനകത്തെക്കുറിച്ച് പറയാനുള്ളത് ഇതാണ്. ക്ലോസർ ഗ്രിൽ ഐറ്റംസ് ആണ് ഫുൾ കംപ്ലീറ്റ് ഉള്ളത്. ഇനി സൈഡിലേക്ക് വരാന്നുണ്ടെങ്കിൽ ആണ് നമ്മുടെ വീൽസ്. എയറോഡൈനാമിക്സ് വീൽസാണ്. 195/60 60-inch വീൽസാണ്. ഒരു അലൂമിനിയം വിത്ത് പിയാനോ ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. അതിനി സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു ഡോൾട്ടൺ കളറാണ്, വൈറ്റ് പ്ലസ് ബ്ലാക്കാണ്. അതിനകത്ത് നമ്മുടെ ബ്ലാക്ക് കളേർഡ് RVMs കൊടുത്തിട്ടുണ്ട്. അതായത് മിറേഴ്സ് നൽകിയിട്ടുണ്ട്. ഞാനിവിടെ .EV പുതിയ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് .EV. ആ ഒരു ബാഡ്ജ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെയൊക്കെ ഒരു സ്ക്വയറിഷ് ഹെക്സാഗണൽ ലെവലിൽ നമ്മുടെ ഒരു ബാക്ക് ക്ലാഡിങ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഡോർസിലും ആൻഡ് ഓൾ ടുവർ ബാക്കിൽ വരെ പോകുന്നുണ്ട്. ഇൻറ്റീരിയർസ് നമുക്ക് പിന്നെ വരാം. ആൻഡ് ഇവിടെ 25 years 50 lakhs കാർസ് 1998 to 2023 സെലിബ്രേറ്റിംഗ് 50 lakh കാർസാണ് ടാറ്റയുടെ. അതിന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ചെറിയൊരു ടാറ്റ എന്നുള്ളൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പഞ്ചിൽ കണ്ടതുപോലെ തന്നെയുള്ള ആ ഒരു റിയർ ലൈറ്റ്സാണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്. LED DRS തന്നെയാണ്. നമുക്ക് ട്രൈ ആരോ ലോഗോസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ റിവേഴ്സ് ലൈറ്റ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ആൻഡ് സൈഡിൽ റിയറിലും 195/60 60-inch വീൽസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ആ ഒരു ക്ലാഡിങ്സിൻ്റെ ഒക്കെ ചെറിയ ചെറിയ ഡിസൈൻസ് എലമെൻറ്റ്സ് ഇവിടെയൊക്കെ മാറുന്നുണ്ട്. ആൻഡ് മസിൽസ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇവിടെയും ഒരു 1 2 3 ഡിസൈൻ അത് 1 2 3 വരെയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെയൊക്കെ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെയും ട്രൈ ആരോ ലോഗോസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു വെൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് സിൽവർ സ്കിഡ് പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് പഞ്ച് .EV എന്നുള്ളൊരു ലെറ്ററിങ്ങിൽ ലോഞ്ച് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു Hൻ്റെ ഒക്കെ ഡിസൈൻസിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടൊരു ഡിഫറെൻറ്റ് ഫോണിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ടാറ്റയുടെ വലിയൊരു ലോഗോ ഉണ്ട്. ചെറിയൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഈ ഫോക്കൽ ലൈൻസ് ഉണ്ട്. റിയർ വൈപ്പേഴ്സ് ഉണ്ട്. ആൻഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഷാർക്ക് നാനോ കൊടുത്തിട്ടുണ്ട്. പിന്നെ റൂഫ് ഫൈൽസും കാര്യങ്ങളും ഉണ്ട്. ഇത്രത്തോളം ഒരു സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിലുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിലുണ്ട്. ഇതിൻ്റെ ചാർജർ റിലേറ്റഡ് ഐറ്റംസ് ആണ്. ലൈറ്റ്സ് കാര്യങ്ങൾ ഒരു ലൈറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയ ഹുക്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇരുട്ടായതുകൊണ്ട് എല്ലാം ഒന്നും കാണുന്നില്ല. അതായത് നമ്മൾ ഫുൾ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മളെന്തായാലും കാണിച്ചു. ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടിയാണ്. അപ്പോൾ ഇതാണ് എക്സ്റ്റീരിയറിലെ വിശേഷങ്ങൾ നമുക്ക് പറയാനുള്ളത്. ആൻഡ് ആ ട്രൈയാരോ ബീംസിൻ്റെ ഒരു ട്രൈയാരോ എഫക്റ്റ് ഒരുപാട് ഭാഗത്ത് നമുക്ക് കാണാം. ഇനി ഇവിടെ നമുക്ക് കാണാം. ആൻഡ് ഡോർസ് മേളിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെറിയ അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ലൊരു ബോക്സ് നൽകിയിട്ടുണ്ട്. നമുക്കവിടെ വാട്ടർ ബോട്ടിൽസൊക്കെ വെക്കാനുള്ളത്. അങ്ങനെ ചെറിയൊരു സ്പേസ് അവിടെ നൽകിയിട്ടുണ്ട്. ആൻഡ് സീറ്റ് ലെതർ സീറ്റ്സാണ്. ആൻഡ് ഇവിടെ ചെറിയൊരു ഹാൻഡ് റെസ്റ്റ് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇനി ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ ഇതാണ് നമുക്ക് അവിടെ ലെഗ് സ്പേസ്. അതിൽ തന്നെ അത്യാവശ്യം ചെറിയൊരു പോക്കറ്റ് അവിടെ നൽകിയിട്ടുണ്ട്. ആൻഡ് ചെറിയൊരു സൺറൂഫ് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ നൽകാം. ഇപ്പോൾ ഒന്നും നൽകിയിട്ടില്ല.
അപ്പോൾ ഇതാണ് ഫ്രണ്ടിലേക്കുള്ള ആ വ്യൂ. അപ്പോൾ നമുക്കിനി ഫ്രണ്ട് ഒന്ന് നോക്കാം. ഇതാണ് ഫ്രണ്ടിലെ ഡോസ്. അതിനിവിടെയൊക്കെ ആ ഒരു ട്രയാരോ ഡിസൈൻ എഫക്ട്സ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സ്പീക്കേഴ്സിന് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കാണ്ട് എയർ ബാഗ്സ് ഒക്കെ ഉണ്ട്. ആൻഡ് ഒരു റെക്റ്റാങ്കുലർ പോലെയാണ് നമ്മുടെ ACNs കൊടുത്തിട്ടുള്ളത്. അതിന് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ആൻഡ് നിരക്കില്ലാത്ത വലിയൊരു ഗ്ലോ ബോക്സ് നൽകിയിട്ടുണ്ട്. അതിനിവിടെയൊക്കെ സ്പീക്കേഴ്സ് റിലേറ്റഡ് ഐറ്റംസ് ആൻഡ് ഇവിടെ എയർ ബാഗിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതിനിവിടെ നമ്മുടെ മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ സൺറൂഫ്. അതിനിവിടെ നമ്മുടെ ലൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ളത്, നമ്മുടെ പനോറമിക് സൺറൂഫ് കൺട്രോൾ ചെയ്യാനുള്ളത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഡിസ്പ്ലേ അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഹസാർഡ് എല്ലാം ടച്ച് ഫങ്ഷൻസ് ആണ്. ഇത് ചാർജറിൻ്റെ ആണ്. ആൻഡ് ഡോർ അൺലോക്ക് ചെയ്യാനുള്ളതെല്ലാം ആൻഡ് നമ്മുടെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു ടൈപ്പ് C, അതുപോലെ തന്നെ USB, ഒരു 12 വാട്ട് സോക്കറ്റ് നൽകിയിട്ടുണ്ട്. ചെറിയ വയർലെസ് ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടുണ്ട്. ആൻഡ് ചെറിയൊരു ഗ്ലാസ് എലമെൻറ്റ് പോലെയുള്ളതാണ് ഇതാണ് നമ്മുടെ ഗിയർ നോബ്സ്. ആൻഡ് ഇവിടെ എന്തൊക്കെയോ ഒരുപാട് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഓട്ടോ പാർക്ക് ഹോൾഡറിൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ കപ്പ് ഹോൾഡേഴ്സ്. ആൻഡ് ഇവിടെ കീ ഒക്കെ ഉള്ളതാണ്, അതിൻ്റെ ലോഗോ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ചെറിയൊരു സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഗ്ലോ ബോക്സ്. ആൻഡ് ഇവിടെ ചെറിയൊരു സ്പേസ് നൽകിയിട്ടുണ്ട്. സീറ്റിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഫ്രണ്ടിൽ നമ്മുടെ ലെതേഴ്സ് വിത്ത് വെന്റിലേറ്റഡ് സീറ്റ്സാണ് നൽകിയിട്ടുള്ളത്. ആൻഡ് ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീൽ. ചെറിയൊരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് വിത്ത് ലെതർ. ആൻഡ് അതിൽ നമ്മുടെ കുറച്ച് എലമെൻറ്റ്സ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ടാറ്റയുടെ ഒരു ഗ്ലാസ്സിലാണ് ഒരു ലോഗോ. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. ആൻഡ് ഇത് നമ്മുടെ മറ്റ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, മറ്റേ ഡോറ് ലോക്ക് ചെയ്യാനുള്ളത്, അൺലോക്ക് ചെയ്യാനുള്ളത്, അതുപോലെ തന്നെ വിൻഡോ ലോക്കിങ് കൺട്രോൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെയാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് എൻജിൻ്റെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ ചെറിയൊരു സ്പേസ് അവിടെ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ ഫ്രണ്ടിലൊക്കെ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്കൊന്ന് ഫ്രണ്ടിലെ എൻജിൻ പാർട്ടൊന്ന് നോക്കാം. എൻജിൻ ഇല്ല, എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് നോക്കാം. Tailgate is open. Please check. അപ്പോൾ അതാണ് നമ്മുടെ ടെയിൽഗേറ്റ്സ്. .EV എന്നുള്ളൊരു ബാഡ്ജും കൊണ്ട് ബാറ്ററി കൊടുത്തിട്ടുള്ളത്. അതിനിവിടെ മറ്റു ഭാഗങ്ങളിൽ നമുക്കൊരു ഫ്രങ്ക് എന്ന് പറഞ്ഞ ചെറിയൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചാർജിങ് സ്ലോട്ട്. ആൻഡ് ഈ ഒരു ഭാഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 എൻജിൻ ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. രണ്ട് ബാറ്ററി ഓപ്ഷൻസ്, ഒരു 25 കിലോ വാട്ടിൻ്റെയും പിന്നെ ഒരു 35 കിലോ വാട്ടിൻ്റെയും ബാറ്ററി പാക്കാണ് ഉള്ളത്. അത് ഏകദേശം നമുക്ക് ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് കാണാം. അതാണ് ഈ വാഹനത്തിൻ്റെ, ടാറ്റയുടെ വാഹനങ്ങളുടെ ബിൽഡ് ക്വാളിറ്റി സൂചിപ്പിക്കുന്നത്. ബാറ്ററി എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട്. 25 കിലോ വാട്ടിന് 315 കിലോമീറ്ററും പിന്നെ നമ്മുടെ 35 കിലോ വാട്ടിന് വരുന്നത് 421 കിലോമീറ്റേഴ്സാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ആണ്, നമ്മളൊരു മോഡലിൽ നിന്ന് പരിചയപ്പെടുത്തുന്ന മാത്രമേ ഉള്ളൂ. ആൻഡ് ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ നമ്മൾ തീർച്ചയായിട്ടും പിന്നെ ചെയ്യുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10.99 lakhs തൊട്ട് 14.49 lakhs വരെയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അത് ഇൻട്രോഡക്ടറി പ്രൈസാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ Tata.Punch EVയുടെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ. അപ്പോൾ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വാഹനം അവൈലബിൾ ആകുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും. അണ്ടിൽ വി മീറ്റ് അഗൈൻ, ബൈ ബൈ.